ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ KCB സബ് എഞ്ചിനീയറിംഗ് കോച്ചിങ് നടത്തി വരികയാണ്. അതിലെ 4ാമത്തെ ബാച്ച് കഴിഞ്ഞ മൺഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മൺഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. നമ്മുടെ 4th ബാച്ചിന് അഡ്മിഷൻ നടക്കുകയാണ്. സോ എല്ലാവരും ജോയിൻ ചെയ്യുക. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന AC ഫണ്ടമെൻ്റൽസിനെ കുറിച്ചാണ്. ഓക്കെ, നമ്മുടെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ, ജൂനിയർ ഇൻസ്ട്രക്ടർ, ഇലക്ട്രീഷ്യൻ എല്ലാവർക്കും ഈ ഒരു സിലബസ് വരുന്നുണ്ട്. കോമൺ ടോപ്പിക്കാണ്. സോ അവരും കാണുക. എന്താണ് ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ AC ഫണ്ടമെൻ്റൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്കറിയാം, അതിൽ മെയിൻലി വരുന്ന എന്താണ്? ഓൾട്ടർനേറ്റിംഗ് കറണ്ടും വരും, ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജും വരും. എന്താണ് ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എന്ന് വെച്ചാൽ? ദ പൊളാരിറ്റി ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ് ചേഞ്ചസ് വിത്ത് ടൈം ഈസ് നോൺ ആസ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എന്ന് വെച്ചാൽ പൊളാരിറ്റിയോ മാഗ്നിറ്റ്യൂഡോ എന്താണ് വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ മാറുന്നു, ചേഞ്ച് ചെയ്യുന്നു. പൊളാരിറ്റി ഓർ മാഗ്നിറ്റ്യൂഡ് ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഈ ഒരു ഫിഗർ നോക്കി നമ്മുടെ AC വോൾട്ടേജ് വേവ് ഫോം ആണ്. ഇതിൻ്റെ പൊളാരിറ്റി നോക്കി നമുക്കറിയാം 0 to π വരെ എന്താണ് ഒരു പൊളാരിറ്റിയാണ്. ഏതാണ്? 0 to π വരെ ഒരു പൊളാരിറ്റി, പോസിറ്റീവ് പൊളാരിറ്റി അല്ലേ. π മുതൽ 2π വരെ എന്താണ്? നെഗറ്റീവ് പൊളാരിറ്റി ചേഞ്ച് ചെയ്യാണ് അല്ലേ. അങ്ങനെ നെഗറ്റീവും പോസിറ്റീവും പൊളാരിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അല്ലേ. അതാണ് നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് എന്ന് പറയുന്നത്, ആ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് നോക്കാം. ഇവിടെ നോക്കി 0 to π/2, 0 to π/2 വരെ, 0 മുതൽ ഈ π/2 വരെ, 0 മുതൽ π/2 വരെ ഒരു മാഗ്നിറ്റ്യൂഡാണ്. അതുപോലെ π/2 മുതൽ π വരെ വേറൊരു മാഗ്നിറ്റ്യൂഡാണ്. അങ്ങനെ മാഗ്നിറ്റ്യൂഡും പൊളാരിറ്റിയും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വേവ് ഫോമാണ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ദ പൊളാരിറ്റി ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ് ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഈസ് നോൺ ആസ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയാം. അങ്ങനെ ആ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വേവ് ഫോമിനെയാണ് നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ജനറേഷൻ ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. ഈ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അല്ലെങ്കിൽ ആ സൈൻ വേവ് അത് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? 2 രീതിയിൽ ജനറേറ്റ് ചെയ്യുക. ഒന്നെന്ന് വെച്ചാൽ ജനറേറ്റഡ് ബൈ റൊട്ടേറ്റിംഗ് കോയിൽ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് EMF ഇൻഡ്യൂസ് ചെയ്ത് എങ്ങനെയാണെന്ന് പഠിച്ചു. എങ്ങനെയാണ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്? ബൈ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വരെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ഒരു ജനറേറ്റഡ് ബൈ റൊട്ടേറ്റിംഗ് കോയിൽ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഇപ്പോൾ നമ്മളൊരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഒരു ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 രീതി സാധിക്കും. ഒന്നെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാൻ? ഒന്ന് എന്താണ്? ജനറേറ്റഡ് ബൈ റൊട്ടേറ്റിംഗ് കോയിൽ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡും, വേറെ ഒന്ന് റൊട്ടേറ്റിംഗ് എ മാഗ്നറ്റിക് ഫീൽഡ് വിത്തിൻ എ സ്റ്റേഷനറി കോയിലും ആണ്. നമുക്ക് ആദ്യം ഇത് നോക്കാം. എങ്ങനെയാണ് ജനറേറ്റഡ് ബൈ റൊട്ടേറ്റിംഗ് കോയിൽ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് നോക്കാം. ഇവിടെ നമുക്ക് ഫിഗർ നോക്കി N1 ഉണ്ട്, നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട്. ഇത് രണ്ടും ഫിക്സഡ് ആണല്ലേ. ഇത് മൂവ് ചെയ്യുന്നതിൽ ഈ 2 പോൾസും ഫിക്സഡ് ആണ്. അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. പിന്നെ അവിടെ എന്തുണ്ട്? നമുക്ക് ഒരു ആരോ ലൈൻസ് കണ്ടോ? മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ട്. ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ പോകുന്നുണ്ട്. പിന്നെ എന്താണ്? അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു റെക്റ്റാങ്കുലർ കോയിൽ കണ്ടോ? ഒരു റെക്റ്റാങ്കുലർ കോയിൽ ഇരിപ്പുണ്ട് അല്ലേ. ആ കോയിൽ റൊട്ടേറ്റ് ചെയ്യുമല്ലോ. ആ കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാകുന്ന EMF ജനറേറ്റ് ചെയ്യും. ആ വരുന്ന വോൾട്ടേജ് ഓർ കറണ്ട് ഔട്ട്പുട്ട് ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വോൾട്ടേജ് ഓർ കറണ്ടിന് നമ്മൾ എന്ത് ചെയ്യും? ആ ഔട്ട്പുട്ടാണ് നമ്മുടെ ഇവിടുത്തെ എക്സ്റ്റേണൽ ലോഡ് വരുന്നല്ലോ. എക്സ്റ്റേണൽ ലോഡിൽ വരും. സ്ലിപ്പ് റിങ്സ് ഉണ്ട്. സ്ലിപ്പ് റിങ്സ് വഴി എന്താണ്? പുറത്തേക്ക് ആ കണക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ എന്താണ്? ഒരു കോയിലാണ് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിൽ കിടന്ന് കറങ്ങുന്നില്ല. ഒരു കോയിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിലാണ് ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജും കറണ്ടും ജനറേറ്റ് ചെയ്യാം. ഇനി അടുത്ത കേസ് നോക്കി. റൊട്ടേറ്റിംഗ് എ മാഗ്നറ്റിക് ഫീൽഡ് വിത്തിൻ എ സ്റ്റേഷനറി കോയിൽ. ഇവിടെയാണെങ്കിൽ എന്താണ്? ഒരു സ്റ്റേറ്റർ ഉണ്ട് കണ്ടോ? ഒരു സ്റ്റേറ്റർ ഉണ്ട്. സ്റ്റേറ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി പാർട്ടാണ് അല്ലേ. അതായത് അവിടെയാണ് എന്തുള്ളത്? അവിടെയാണ് നമ്മുടെ ആർമേച്ചർ കോയിൽ വച്ചിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ റോട്ടറുണ്ട്. റോട്ടറാണ് ഇവിടുത്തെ എന്താണ്? ഒരു റൊട്ടേറ്റിംഗ് പാർട്ട്. റോട്ടർ ഒരു മാഗ്നറ്റാണ്. അതായത് അതാണ് എന്ത് ചെയ്യുന്നത്? റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ എന്ന് വെച്ചാൽ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് വിത്തിൻ എ ഒരു സ്റ്റേഷനറി കോയിൽ അല്ലേ. അതാണ് ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെയാണ് ഇതാണ് നമ്മൾ കൂടുതലും സ്ഥലത്തൊക്കെ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ നമുക്ക് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് കറണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഒരു കൺക്ലൂഷൻ എങ്ങനെ പറയാം? അതായത് ഒരു കോയിൽ മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്താൽ എന്ത് പറ്റും? അവിടെ ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. അതാണ് ഈ വേവ് ഫോം. ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആ ഒരു കംപ്ലീറ്റ് ഒരു റൊട്ടേഷൻ കഴിയുമ്പോൾ നമുക്ക് ഒരു വേവ് ഫോം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് നമുക്കിങ്ങനെ സൈനസോയ്ഡൽ വേവ് ഫോം കിട്ടുന്നത്. ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഒരു വേവ് ഫോം ഉണ്ടാവും. മനസ്സിലായല്ലോ? നമുക്കിനി നോക്കാം. നമുക്ക് കുറച്ച് ടേംസ് നോക്കാം.
A sinusoidal alternating a coil with constant angular velocity in a uniform magnetic field. അതായത് ഒരു കോയിൽ കോൺസ്റ്റൻറ്റ് മാഗ്നറ്റിക് ഫീൽഡാണ് റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു വെലോസിറ്റീനെയാണ് നമ്മൾ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. എന്താണ് ആംഗുലർ വെലോസിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ഈ സൈനസോഡൽ, അതായത് നമ്മുടെ ഈ കോയിൽ ഒരു കോൺസ്റ്റൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു വെലോസിറ്റീനെയാണ് ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത്. നമുക്ക് എന്താ പറയാം, ഒമേഗ പെർ സെക്കൻഡ് എന്ന് വേണമെങ്കിൽ ഡിനോട്ട് ചെയ്യാൻ പറയാം. ഒമേഗ പെർ സെക്കൻഡ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം. എങ്ങനെയാണ് സൈനസോഡൽ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ക്യാൻ ബി എക്സ്പ്രസ്ഡ്. നമുക്കിത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ നോക്കാം. എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം ഈ നമ്മുടെ ആ വോൾട്ടേജ്? V=Vm sin ഒമേഗ ടി. നമുക്ക് അങ്ങനെ റെപ്രസ് ചെയ്യാം. വി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് ആണ്. എന്താണ് വി എന്ന് വെച്ചാൽ? ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് ആണ്. അതായത് ഒരു പർട്ടിക്കുലർ ടൈമിൽ കിട്ടുന്ന വോൾട്ടേജിനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ്? ഒരു പർട്ടിക്കുലർ ടൈം ടിയിൽ കിട്ടുന്ന വോൾട്ടേജിനെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. സൈൻ എന്ന് പറയുമ്പോൾ സൈൻ ഫംഗ്ഷനാണ്. VM എന്താണ്? VM എന്ന് വെച്ചാൽ മാക്സിമം വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് ആണ്. മാക്സിമം വാല്യൂ ആണ് V എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മുടെ ഒമേഗയാണ് നമ്മുടെ ആംഗുലർ വെലോസിറ്റി. ഒരു ആംഗുലർ വെലോസിറ്റി ഒമേഗ. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ നിങ്ങൾ പഠിച്ചോണം. എന്താണ് ഇക്വേഷൻ? ω=2π/t. ഇത് റിലേറ്റ് ചെയ്ത് പ്രോബ്ലംസ് ചോദിക്കാൻ ആദ്യം ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, 1/t ആണ് എഫ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ω=2πf എന്നും കിട്ടും. ഓക്കെ, നമ്മൾ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് പഠിച്ചു, അത് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത് പഠിച്ചു. അതുപോലെ തന്നെ എന്താണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടും ഉണ്ട്. അതായത് കറണ്ട് ദാറ്റ് സച്ച് എ വോൾട്ടേജ് കോസസ് ടു ഫ്ലോ റിപ്പീറ്റഡ്ലി ചേഞ്ചസ് ഇറ്റ്സ് ഡയറക്ഷൻ. അതായത് ഒരു സർക്യൂട്ടിലേക്ക് നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എന്ത് പറ്റും? ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകത്തില്ലേ? ആ കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷനാണ്. ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് സെയിം ആസ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിന് സെയിം ആണ് ആ കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ. സെയിം വേവ് ഫോം തന്നെയാണ്. ഇതിൽ മാത്രമേ വ്യത്യാസമേ ഉള്ളൂ. സൈൻ മൈനസ് മാഗ്നിറ്റ്യൂഡ് നോക്കുക, IM -IM. നമ്മുടെ നോക്ക് ഇവിടെ എന്ന് വെച്ചാൽ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0 to π എന്നാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിളും, π to 2π നെഗറ്റീവ് ഹാഫ് സൈക്കിളുമാണ്. അതായത് ടൈം പീരീഡ് എന്താണ് നമ്മൾ പറഞ്ഞു? ടൈം പീരീഡ് T. എന്താണ് ടൈം പീരീഡ് T എന്നൊരു ടൈം പീരീഡ് ഉണ്ട്. ടൈം പീരീഡ് T എന്ന് വെച്ചാൽ എന്താണ്? ഒരു 1 കംപ്ലീറ്റ് സൈക്കിൾ അല്ലേ? അതായത് ഒരു കംപ്ലീറ്റ് സൈക്കിൾ ഫ്ലോ, ഒരു കംപ്ലീറ്റ് സൈക്കിൾ ഫ്ലോ ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ടൈം, അതിനെയാണ് നമ്മൾ T കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഈ സൈനസോഡൽ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അപ്ലൈഡ് ഇൻ എ സർക്യൂട്ട് റിസൾട്ട് ഇൻ എ സൈനസോഡൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഒരു സൈനസോഡൽ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് നമ്മളൊരു സർക്യൂട്ടിൽ കൊടുക്കും, നമുക്ക് എന്ത് കിട്ടും? ഒരു സൈനസോഡൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ? നമുക്കിനി നോക്കാം നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ വോൾട്ടേജിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത്? V=Vm sin ωt. അതുപോലെ തന്നെ നമ്മൾ കറണ്ടിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? I=Im sin ωt എന്ന് നമുക്ക് റെപ്രസെൻറ്റ്. അതായത് ഈ വോൾട്ടേജ് Vm sin ωt ആണ്. ഈ വോൾട്ടേജ് എന്താണ്? ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകും. ആ കറണ്ട് ഫ്ലോ ആണ്. ആ കറണ്ട് ഫ്ലോ I=Im sin ωt. I എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ടാണ്. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് നോക്കുക, IM എന്ന് പറയുമ്പോൾ മാക്സിമം കറണ്ടാണ്. നമ്മുടെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചോണം. ഈ ഇക്വേഷൻ നമ്മുടെ വേവ് ഫോം സെയിം ആസ് ദാറ്റ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിൻ്റെ സെയിം വേവ് ഫോം ആണ് ഇവിടെ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ടേംസ് ആണ്. നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് AC-യുടെ കുറച്ച് ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. ടെർമിനോളജി, ഇമ്പോർട്ടൻറ്റ് ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ആദ്യം വെച്ചാൽ വേവ് ഫോം. അതിൻ്റെ വേവ് ഫോം ആണ് the shape of the curve obtained by plotting the instantaneous value of current or voltage as ordinate against time as abscissa is called waveform. അതായത് ഒരു കറണ്ടിനെയോ ഒരു വോൾട്ടേജിൻ്റെയോ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂവിനെ അതായത് ഇപ്പോൾ നമ്മൾ വാല്യൂ അത് നമ്മളെവിടെ എഴുതും? Y ആക്സിൽ എഴുതുമല്ലേ? കറണ്ടിനെ വോൾട്ടേജിനെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ നമ്മൾ എന്ത് എഴുതും? Y ആക്സിസിലും. പിന്നെ എന്താണ്? നമ്മുടെ കറസ്പോണ്ടിങ് ടൈമിനെ നമ്മൾ എന്ത് ചെയ്യും? X ആക്സിസിലുമാണ് വരച്ചാൽ കിട്ടുന്ന ആ ഒരു AC ക്വാണ്ടിറ്റീനെയാണ് നമ്മുടെ വേവ് ഫോം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതായത് ഒരു കറണ്ടിനെയോ വോൾട്ടേജിൻ്റെയോ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂവിനെ Y ആക്സിസിലും കറസ്പോണ്ടിങ് ടൈമിനെ X ആക്സിസിലും വരച്ച് നമുക്ക് പ്ലോട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ വേവ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത രണ്ടാമത്തതാണ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് വെച്ചാൽ? ദ വാല്യൂ ഓഫ് ആൻ ഓൾട്ടർനേറ്റീവ് ക്വാണ്ടിറ്റി അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഈസ് കോൾഡ് ഇറ്റ്സ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. അതായത് ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റിൽ കിട്ടുന്ന ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്ക് π/2 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആംഗിളിൽ പറയുകയാണെങ്കിൽ 90 ഡിഗ്രി അല്ലേ? π/2 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. ആ ടൈമിൽ കിട്ടുന്ന മാഗ്നിറ്റ്യൂഡ് എത്രയാണ് നമ്മൾ പറഞ്ഞവിടെ എഴുതിയിട്ടുണ്ട്? Vm അല്ലെ? ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ കിട്ടുന്ന മാഗ്നിറ്റ്യൂഡ് Vm. അതായത് നമുക്ക് മനസ്സിലായല്ലോ? അതായത് ഒരു വാല്യൂ ഓഫ് ആൻ ഓൾട്ടർനേറ്റീവ് ക്വാളിറ്റി അറ്റ് എനി ഇൻസ്റ്റൻറ്റിനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത്.
The instantaneous values of alternating voltage and current are represented by നമുക്ക് സ്മോൾ ലെറ്റർ വി കൊണ്ടും ഐ കൊണ്ടും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അങ്ങനെ ഓരോ ഇൻസ്റ്റൻറ്റും കിട്ടുന്ന വോൾട്ടേജ് ആൻഡ് കറണ്ട് വാല്യൂസിനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൈക്കിൾ. വാട്ട് ഇസ് എ സൈക്കിൾ? എന്താണ് ഒരു സൈക്കിൾ എന്ന് വെച്ചാൽ വൺ കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഈസ് നോൺ ആസ് സൈക്കിൾ. ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവിനെയും നെഗറ്റീവ് പാർട്ടിനെ ഒരു കംപ്ലീറ്റ് സെറ്റിനെയാണ് നമ്മൾ സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളും പ്ലസ് എന്താണ് നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് എന്തോ പറയുന്നത്. ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിളും കൂടെ കംപ്ലൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു സൈക്കിൾ കിട്ടും അല്ലേ. അതായത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നെങ്കിൽ എത്ര റൊട്ടേഷൻ വേണം? 360 ഡിഗ്രി അല്ലേ. ഒരു സൈക്കിൾ റൊട്ടേറ്റ് ചെയ്യാൻ എത്രയാണ്? 360 ഡിഗ്രി. ഇത് ഡിഗ്രിയാണേ. 360 ഡിഗ്രി വേണം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ റേഡിയനിലാണ് എങ്ങനെ പറയാം? 2π റേഡിയൻ എന്ന് പറയാം. അതായത് ഒരു സൈക്കിൾ ഒരു സൈക്കിൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരു കോയിൽ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ടൈം, അതാണ് ഒരു സൈക്കിൾ എന്ന് വെച്ചാൽ. എന്താണ്? നമ്മുടെ ഒരു കോയിൽ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്ന ടൈം. അപ്പോൾ അതിൻ്റെ ആംഗിൾ എത്രയായിരിക്കും? ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. അതായത് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഒരു കംപ്ലീറ്റ് സൈക്കിൾ ഉണ്ടാവുന്നത്. അത് ഓർത്തോണം. 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് സൈക്കിൾ നമുക്ക് ഉണ്ടാവുന്നത്. മനസ്സിലായല്ലോ? സൈക്കിൾ എന്ന് വെച്ചാൽ ഒരു വൺ കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയാണ് സൈക്കിൾ എന്ന് വെച്ചാൽ. അടുത്ത് പറയാൻ പോകുന്ന ടൈം പീരീഡ്. എന്താണ് ടൈം പീരീഡ് എന്ന് വെച്ചാൽ? The time taken in seconds to complete one cycle of an alternating quantity. അതായത് ഒരു സൈക്കിള് നമ്മൾ പറഞ്ഞില്ല, ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇത്രയല്ല, ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു സമയത്തിനെയാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ടി. ഓക്കെ. അടുത്ത് പറയുന്നത് ഫ്രീക്വൻസി. എന്താണ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ? ദ നമ്പർ ഓഫ് സൈക്കിൾസ് ദാറ്റ് ഒക്കർ ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് പാസ് ചെയ്യുന്നു, അതാണ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ. എന്താണ് ഫ്രീക്വൻസി? ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് പാസ് ചെയ്യുന്നു, അതാണ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ. അത് നമ്മൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? സൈക്കിൾസ് പെർ സെക്കൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹേർട്സ് എന്ന് പറയാം. 1 ഹേർട്സ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്താണ്? 1 സൈക്കിൾ പെർ സെക്കൻഡ്. അത് പഠിച്ചോണം. 1 ഹേർട്സ് ഇസ് ഈക്വൽ ടു എന്താണ്? 1 സൈക്കിൾ പെർ സെക്കൻഡ് ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ടൈം പീരീഡ് പഠിച്ചു, ഫ്രീക്വൻസി പഠിച്ചു, സൈക്കിൾ പഠിച്ചു. അപ്പോൾ സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് നെഗറ്റീവ് പാർട്ട് ആവുക, അതിനെയാണ് നമ്മൾ സൈക്കിൾ എന്ന് പറയുന്നത്. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് പാസ് ചെയ്യാൻ പറ്റുന്നു. അത് മൂന്ന് നിങ്ങൾ ഡിഫറൻസ് മനസ്സിലാക്കി പഠിച്ചോണം. അടുത്ത് പഠിക്കാൻ പോകുന്ന വേറൊരു ടേമാണ് ഓൾട്ടർനേഷൻ. എന്താണ് ഓൾട്ടർനേഷൻ എന്ന് വെച്ചാൽ? 1/2 സൈക്കിൾ ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ആൻ ഓൾട്ടർനേഷൻ. അതായത് ഒരു ഹാഫ് സൈക്കിൾ, ഒരു പകുതി ഹാഫ് സൈക്കിളിനെയാണ് നമ്മൾ ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ ഹാഫ് സൈക്കിളിനെയാണ് നമ്മൾ ഓൾട്ടർനേഷൻ എന്ന് പറയുന്നത്. അതായത് എന്താണ്? 0 മുതൽ π വരെ, അതൊരു ഹാഫ് അല്ലേ. അതിന് നമുക്ക് എന്താ പറയാൻ? ഒരു 1 ഓൾട്ടർനേഷൻ എന്ന് പറയാം. അതുപോലെ π മുതൽ 2π വരെ, ആ ഒരു വരെയുള്ള ആ ഒരു പാർട്ടിനെ നമുക്ക് എന്താ പറയാം? നെക്സ്റ്റ് ഓൾട്ടർനേഷൻ എന്ന് പറയാം. അപ്പോൾ ഓൾട്ടർനേഷൻ ആംഗിൾ എത്രയായിരിക്കും? മൊത്തം 360 അല്ല. അപ്പോൾ 360 ഡിവൈഡ് ബൈ 2, അതിൻ്റെ ഹാഫ്. അപ്പോൾ എത്ര? 180 ഡിഗ്രിയാണ് നമ്മുടെ ഓൾട്ടർനേഷൻ ഇലക്ട്രിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് 180 ഡിഗ്രിയാണ്. ഫസ്റ്റ് 180 ഡിഗ്രിയുടെ വേവ് ഫോം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ബാക്കി വരുന്ന 180 ഡിഗ്രി വേവ് ഫോം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഓൾട്ടർനേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഹാഫ് സൈക്കിൾ ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ ഓൾട്ടർനേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ടേമാണ് ആംപ്ലിറ്റ്യൂഡ്. The maximum value, positive or negative, attained by an alternating quantity is called its amplitude or peak value. എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ? ഇതവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ? മാക്സിമം വാല്യൂ. ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ മാക്സിമം വാല്യൂവിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്തുമായിരിക്കും മാക്സിമം വാല്യൂ? VM. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്തായിരിക്കും മാക്സിമം വാല്യൂ? നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ -VM. ഇതാണ് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ആംപ്ലിറ്റ്യൂഡ് നമ്മൾ എന്താണ്? ദ മാക്സിമം വാല്യൂ ഒറ്റൈൻഡ് ബൈ ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത് നമുക്ക് കുറച്ച് റിലേഷൻസ് പഠിക്കാനുണ്ട്. നമ്മൾ കുറച്ച് റിലേഷൻസ് നമ്മൾ പഠിച്ചായിരുന്നു. ഇക്വേഷൻസ് ആണ്. ടൈമും ഫ്രീക്വൻസി നമ്മൾ റിലേഷൻ നമ്മൾ പഠിച്ചല്ലോ. ടൈം ഈക്വൽ ടു 1/f ആണ്. ഓക്കെ. അതുപോലെ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗയും നമ്മുടെ ഫ്രീക്വൻസി നമ്മൾ റിലേഷൻ എന്താണ്? ഒമേഗ ഈക്വൽ ടു 2πf. ഈ രണ്ട് ഇക്വേഷൻസ് ഓർത്ത് പഠിച്ചോണം. ടൈമും ഫ്രീക്വൻസി നമ്മൾ റിലേഷൻ T ഈക്വൽ ടു 1/f. അതുപോലെ നമ്മുടെ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗയും ഫ്രീക്വൻസി നമ്മൾ റിലേഷൻ എന്താണ്? ഒമേഗ ഈക്വൽ ടു 2πf. ഈ രണ്ട് റിലേഷൻ പഠിച്ചോണം.
അതുപോലെ തന്നെ നമ്മുടെ ഫ്രീക്വൻസിയും സ്പീഡും തമ്മിൽ ഒരു റിലേഷനുണ്ട്. അതെന്താ നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് ഒരു കോയിൽസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഒരു കംപ്ലീറ്റ് സൈക്കിൾ കിട്ടില്ല. ഒരു കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഒരു കംപ്ലീറ്റ് സൈക്കിൾ കിട്ടത്തില്ല. അതായത് ഇപ്പം ഒരു കോയിൽ ക്യാപിറ്റൽ ലെറ്റർ എൻ എന്ന് പറയുന്ന സ്പീഡിലാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത് വിചാരിച്ചോ. അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം, ഒരു മാഗ്നറ്റിക് ഫീൽഡ് വേണമല്ലോ. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പോൾ പി എന്ന് വിചാരിച്ചോ. ഓക്കെ, ഒരു കോയിൽ എന്ന് പറഞ്ഞ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അവിടെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വേണം. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പോൾ പി എന്ന് ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് റൊട്ടേറ്റ് വേണമെങ്കിൽ അവിടെ എന്ത് വേണം, 2 പോൾസ് വേണ്ടേ, നോർത്ത് സൗത്ത്. എന്നാൽ 2 പോൾസ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കത്തുള്ളൂ, ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ നടക്കത്തുള്ളൂ. അവിടെ നമുക്ക് എന്ത് എഴുതാം, 1 റെവല്യൂഷൻ ഓഫ് ദി കോയിൽ എന്ന് പറയുന്നത് എത്ര സൈക്കിൾസ് ആയിരിക്കും, ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്ര സൈക്കിൾസ് ആയിരിക്കും, P/2. അത് ഓർത്തോണം. 1 റെവല്യൂഷൻ എന്ന് പറയുന്നത് എത്ര സൈക്കിൾസ് ആയിരിക്കും, P/2 സൈക്കിൾസ് ആയിരിക്കും. ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത് P/2 സൈക്കിൾസ് ആയിരിക്കും. ദ ഫ്രീക്വൻസി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, നമ്മൾ നേരത്തെ പറഞ്ഞു. ഫ്രീക്വൻസിയുടെ ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ പറഞ്ഞു, നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, നമ്പർ ഓഫ് സൈക്കിൾസ് പെർ റെവല്യൂഷൻ ഇൻറ്റു നമ്പർ ഓഫ് റെവല്യൂഷൻ പെർ സെക്കൻഡ് എന്നും എഴുതാം. അപ്പോൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ revolution P/2 into N/60. നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് അല്ല, അതുകൊണ്ടാണ് 60 വന്നത്. P/2 into N/60 എന്ന് കിട്ടും. അതായത് എന്താണ്, ഫ്രീക്വൻസി ഈക്വൽ ടു എഫ് ഈക്വൽ ടു P/N/60. വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷനാണ്. ഫ്രീക്വൻസി എഫ് ഈക്വൽ ടു P/N/60. പി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് മാഗ്നറ്റിക് പോൾസ്. എൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഡിവൈഡ് ബൈ 120. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, P/N/60. ഇതാണ് നമ്മുടെ ഫ്രീക്വൻസിയും സ്പീഡും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ എ സി ക്വാണ്ടിറ്റിയുടെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്, P/N/60. P/N/60 ആണ് എ സി ക്വാണ്ടിറ്റിയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നമ്മുടെ ഡി സിക്ക് എന്തെങ്കിലും ഫ്രീക്വൻസി ഉണ്ടോ, ഇല്ല, ഡി സിക്ക് നോ ഫ്രീക്വൻസി ആണ്. അത് ഓർത്ത് വെച്ചോണം. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എൻ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. V ഈക്വൽ ടു ഇൻസ്റ്റന്റേനിയസ് വാല്യൂ, V ഈക്വൽ ടു എന്താണ്, Vm sin ωt നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് നമുക്ക് അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. നമ്മൾ റേഡിയനിലാണ് പറയണമെങ്കിൽ ഇങ്ങനെ പറയാം, V ഈക്വൽ ടു Vm sin θ ആണ്. റേഡിയനിലാണെങ്കിൽ നമ്മളിങ്ങനെ പറയാം, V ഈക്വൽ ടു Vm sin ωt എന്ന് പറയാം. നമ്മുടെ ഒമേഗ ഈക്വൽ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചു, എന്താണ്, ഒമേഗ ഈക്വൽ ടു 2πf നമ്മൾ ഇക്വേഷൻ പഠിച്ചു. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, Vm sin 2πf ഇൻറ്റു ടി എന്ന് കിട്ടും. അതുപോലെ ഫ്രീക്വൻസി എഫ് ഈക്വൽ ടു എന്താണ്, 1/t ആണ്. അത് നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, Vm sin ഇൻറ്റു 2π/t ഇൻറ്റു ടി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർത്തോണം. ഇതൊക്കെയാണ് നമ്മുടെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. അപ്പോൾ ഇതൊക്കെ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടറും ഇലക്ട്രീഷ്യൻ എല്ലാ എക്സാംസിലും ഇത് നമുക്ക് പഠിക്കാനുണ്ട്. എ സി ഫണ്ടമെൻറ്റൽസിൽ പഠിക്കാൻ വരുന്ന ടേംസ് ആണ്. കുറച്ചൊരു സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാവരും നല്ലപോലെ പഠിക്കുക. റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ടെലഗ്രാമിൽ ഡിസ്കസ് ചെയ്യും. ഇത് ബേസ് തരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കതിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ KCB സബ് എഞ്ചിനീയറിൻ്റെ AC ഫണ്ടമെൻറ്റൽസ് മൊഡ്യൂൾ 4 വരുന്നൊരു ടോപ്പിക്കാണ്. സോ നിങ്ങളെല്ലാവരും സബ് എഞ്ചിനീയറിൻ്റെ, നമ്മുടെ AEയുടെ, അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ ഒക്കെ കോച്ചിങ് നടത്തി വരുന്നുണ്ട്. അതെല്ലാം ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.